എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ കങ്കൂറ അവനൊരു പപ്പടിനെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ അവന്റെ തൊട്ടടുത്തായിട്ട് ഇപ്പൊ ടെമരയുണ്ട്. അവള് ചോദിക്കും, നീ എന്തിനാ ഇപ്പോ ഈ ഒരു പപ്പടിനെ ഇത്രയും കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? അവൻ അതിനൊന്നും മറുപടി പറയില്ല. അപ്പൊ ഗാറ എവിടേക്ക് വന്ന്, എന്തെങ്കിലും യുദ്ധം നമ്മുടെ ഗ്രാമത്തില് നടക്കാൻ പോകുന്നുണ്ടോ? അതിനവൻ പറയും, അതെ, ലാസ്റ്റ് ടൈം ലീഫ് വില്ലേജ് സംഭവിച്ചത് നമ്മൾ കണ്ടില്ലേ. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് എപ്പോ വേണമെങ്കിലും നമ്മുടെ ഗ്രാമത്തിനും ഇതുപോലുള്ള അറ്റാക്ക് അത് നേരിടേണ്ടി വന്നേക്കാം. മാത്രമല്ല, അവരുടെ ഹൊക്കാഗ പോലും ഇപ്പൊ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വില്ലേജ് അത് പഴയതുപോലെ ആവാൻ ഒരുപാട് സമയമെടുക്കും. അപ്പൊ ഗാറ അതൊക്കെ കേട്ട് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് ഗാറയെ ഹൊക്കാഗെ ആക്കുന്ന ആ ഒരു സമയത്ത് കങ്കൂറ അവനോട് പറയും, നീ ഒരിക്കലും ഒരു ഹൊക്കാഗയായി മാറരുത്. നിന്നെ കൊണ്ട് ഒരിക്കലും അതിന് കഴിയില്ല. എല്ലാവരും നിന്നെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കൂ. ഗ്രാമത്തിലെല്ലാവർക്കും നിന്നെ ഒരുപാട് പേടിയാണ്. മാത്രമല്ല, അവർക്കാർക്കും നിന്നെ ഒട്ടും വിശ്വാസമല്ല. അതിന് ഗാറ പറയും, ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. ഉറപ്പായിട്ടും എന്നെ കൊണ്ട് മാറാൻ കഴിയും. ഈ നാട്ടിലെ ജനങ്ങള് അവരെന്നെ തിരിച്ചറിയും. അപ്പൊ ഗാറ അവൻ എന്തൊക്കെയോ ആലോചിച്ച് ഇപ്പൊ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് ലീഫ് വില്ലേജിലെ നിഞ്ചാസും സാൻഡ് വില്ലേജിലെ നിഞ്ചാസും ചേർന്നാണ് ഈ ഒരു മിഷന് പോവുക. അപ്പൊ കാക്കാഷി പറയും, നമ്മൾ പോകുന്ന ബ്രിഡ്ജിന്റെ അടുത്ത് പ്രത്യേക വില്ലന്മാരുണ്ട്. അവരെ തോൽപ്പിക്കാൻ ഉറപ്പായിട്ടും സാൻഡ് വില്ലേജിലെ നിഞ്ചാസിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് ഈ ഒരു മിഷൻ അത് ടീം വർക്കായി നമ്മൾ ഏറ്റെടുത്തത്. അപ്പൊ സാസുക ചോദിക്കും, സാൻഡ് വില്ലേജ് അവർ ഓൾറെഡി നമ്മളെ അറ്റാക്ക് ചെയ്തവരല്ലേ? വീണ്ടും അവരെ വിശ്വസിക്കാൻ പറ്റുമോ? അതിന് മാസ്റ്റർ പറയും, അത് കുഴപ്പമില്ല, ഇപ്പൊ അവര് ഒരുപാട് മാറിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു ടീം വർക്ക് അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നീട് ബാക്കി കാര്യങ്ങളെ കുറിച്ച് കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കാം. അതിന് കുട്ടപ്പൻ പറയും, മണ്ടത്തരം പറയാതെ, സാൻഡ് വില്ലേജ് അവർ നമ്മുടെ എനിമിയല്ലേ? അവരുമായിട്ട് എങ്ങനെ നമ്മൾ കമ്പയിൻ ചെയ്ത് ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യുക? അതിന് സാക്കുറ പറയും, നിനക്കൊന്നും അറിയില്ല, കാരണം നീ കൊച്ചുകുട്ടിയാണ്. അവരുമായിട്ട് നമുക്കിപ്പോ യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ആൾക്കാര് ആ ബ്രിഡ്ജ് ലക്ഷ്യമാക്കി സ്പീഡിൽ മുൻപോട്ട് നടക്കും. അങ്ങനെ ഒരുപാട് സമയം കഴിയുമ്പോ നമ്മുടെ ആൾക്കാര് ആ ഒരു ബ്രിഡ്ജിന്റെ ചോട്ടിലെത്തും. അപ്പൊ കുട്ടപ്പൻ പറയും, നമ്മളിവിടെ വന്നിട്ട് ഇപ്പൊ ഒരുപാട് സമയമായി. സാൻഡ് വില്ലേജിന്റെ ഒരൊറ്റ ഒരെണ്ണത്തിന്റെ പൊടി പോലും ഇവിടെ ഒന്നും കാണാനില്ല. അപ്പൊ ആരോ ഒരാള് ഇപ്പൊ അവരോട് സോറി പറയും, ഐ എം സോറി, ഞാനിവിടെ എത്താൻ അല്പം ലേറ്റായി പോയി, എന്നോട് ദേഷ്യം തോന്നരുത്. നമ്മുടെ ആൾക്കാർ വണ്ടറടിച്ച് ഇപ്പൊ തിരിഞ്ഞു നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഗാറ. ഗാറയുടെ വിനയവും കുനയവും കാണുമ്പോ നമ്മുടെ ആൾക്കാർ ഷോക്കാവും. അപ്പൊ അതേ സമയത്ത് ഗാറയുടെ 2 അസിസ്റ്റൻസ് അവരും ലേറ്റായി പോയതില് സോറിയൊക്കെ പറഞ്ഞ് പതിയെ നടന്നു വരും. അപ്പൊ നമ്മുടെ ചെക്കൻ അവൻ നൈസായിട്ട് ഒരു കല്ലെടുത്ത് ഗാറയ്ക്ക് നേരെ വലിച്ചെറിയും. അപ്പൊ ഗാറയുടെ സാൻഡ് ആ ഒരു കല്ല് അത് തട്ടിത്തെറിപ്പിക്കും. കാക്കാഷി മാസ്റ്റർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. മാസ്റ്റർ കുട്ടപ്പന്റെ ചെവി പിടിച്ച് കിഴുക്കും. അപ്പൊ കുട്ടപ്പൻ പറയും, ഇവന്റെ സംസാരവും നടപ്പും ഒക്കെ കാണുമ്പോ എനിക്ക് പഴയ ഗാരയായിട്ട് തോന്നിയില്ല. അത് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാനാണ് കല്ലെടുത്തെറിഞ്ഞത്. ഗാരയുടെ പവർ കണ്ട് ഷോക്കായി അവന്റെ അസിസ്റ്റൻസ് പേടിച്ചോടും. അപ്പൊ കുട്ടപ്പൻ അവൻ വീണ്ടും ചോദിക്കും, നിന്റെ കൂടെ എപ്പോഴും മേക്കപ്പ് ഇട്ട ഒരു അലവലാതി പെണ്ണിനെ കാണാറുണ്ടല്ലോ, അതുപോലെ തന്നെ മുഖം മുഴുവൻ പെയിന്റ് അടിച്ച ഒരു കാട്ടാളിനെ. അവർ രണ്ടുപേരും വന്നില്ലേന്ന് ചോദിക്കുമ്പോ അതിന് സാക്കുറ അവള് കുട്ടപ്പന്റെ ചെവിക്ക് പിടിച്ച് നുള്ളും. അത് കങ്കൂറയും ടെമരിയോ ആണ്. അവരിവന്റെ ബ്രദറും സിസ്റ്ററും ആണ്. ഒരിക്കലും അവരെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ഗാറ പറയും, അവര് രണ്ടുപേരും ഒരു പ്രത്യേക മിഷന് വേണ്ടി പോയിരിക്കുകയാണ്. ഇപ്പൊ എന്റെ കൂടെ ഇവര് രണ്ടുപേരുമാണ് ഉള്ളതെന്ന് പറഞ്ഞ് അവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ഇപ്പൊ മിഷൻ ആവശ്യമായിട്ടുള്ള പ്ലാനുകളൊക്കെ അങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഗാറ പറയും, എനിക്ക് കാക്കാഷി മാസ്റ്ററിനോട് ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പൊ മാറി നിന്ന് സംസാരിക്കും. അപ്പൊ കുട്ടപ്പൻ അവൻ സാക്കുറയോട് ചോദിക്കും, ഇവര് രണ്ടുപേരും ഇത്ര സീക്രട്ട് ആയിട്ട് എന്താ പറയണേ? നമ്മളും ഈ മിഷനിലുള്ളവരല്ലേ? അതിന് സാക്കുറ പറയും, അവര് ടീം ലീഡേഴ്സ് ആണ്, അവർക്ക് എന്ത് വേണമെങ്കിലും സീക്രട്ട് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാം. കട്ട് ചെയ്താ ഇപ്പൊ ഗാറ ആള് കാക്കാഷിയോട് പറയും, എന്നെ ഫോളോ ചെയ്ത് ഹയർ അതോറിറ്റിയിലെ ആൾക്കാര് എന്റെ പുറകെ തന്നെയുണ്ട്. അവരുടെ ലക്ഷ്യം ഞാനാണ്. എന്നെ കൊന്നുകളയാനാണ് അവരെന്നെ ഫോളോ ചെയ്യുന്നത്. അതിന് മാസ്റ്റർ പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ കൂടെ തന്നെ ഞങ്ങളുണ്ട്. എന്തൊക്കെ ത്യാഗം സഹിച്ചും നിന്റെ ജീവൻ അത് ഞങ്ങൾ രക്ഷിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അവര് പ്ലാൻ ചെയ്ത പോലെ ഗാറയും ടീമും ഈസ്റ്റിലേക്കും നമ്മുടെ ആൾക്കാര് വെസ്റ്റിലേക്കും പോവും. കട്ട് ചെയ്ത ഗാറയെ ഫോളോ ചെയ്ത് ആ വില്ലന്മാര് അവരെത്തിക്കഴിഞ്ഞു. അപ്പൊ ഗാറയുടെ അസിസ്റ്റൻസ് പറയും,
ഗാരയുടെ നേച്ചർ അതിപ്പോ ഒരുപാട് ചേഞ്ചായി. അവനിപ്പോ പഴയതുപോലെയല്ല, വളരെ നല്ല ആളാണ്. അപ്പൊ ഗാറ അവന്റെ കത്തി എടുത്ത് ഇപ്പൊ അറഞ്ചം പുറഞ്ഞം വലിച്ചെറിയും. അസിസ്റ്റൻസ് ഷോക്കായിട്ട് എന്താ എന്തു പറ്റിയെന്ന് ഇപ്പൊ ഗാരയോട് ചോദിക്കും. അതിന് ഗാറ പറയും, വില്ലന്മാര് അവർ നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഗാറ പതിയെ ഇപ്പൊ കങ്കൂറ പറഞ്ഞ കാര്യം ആലോചിക്കും. ഗ്രാമത്തിലെ മുതിർന്ന നേതാക്കളുടെ ഒക്കെ ലക്ഷ്യം നിന്നെ കൊല്ലുക എന്നത് മാത്രമാണ്. അതേസമയം കാക്കാഷിയും ഒരു പ്രത്യേക സ്ഥലം എത്തുമ്പോ അങ്ങനെ നിൽക്കും. കാക്കാഷി വിളിച്ചു പറയും, ഇത്രയും നേരവും നിങ്ങൾ ഫോളോ ചെയ്തത് മതി. ധൈര്യം ഉണ്ടെങ്കിൽ നേർക്ക് നേരെ ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ് ഇപ്പൊ ചുറ്റും നോക്കും. കുട്ടപ്പനാണെങ്കിൽ അതുകൊണ്ട് ഒന്നും മനസ്സിലാവില്ല. മാസ്റ്റർ എന്താ പറയണേ, ഇവിടെ എന്താ സംഭവിക്കണേന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കും. അപ്പൊ പതിയെ വില്ലന്മാര് അവര് പുറത്തേക്ക് വരും. അവര് പറയും, ഞങ്ങൾ ആക്ച്വലി നിങ്ങളെ ഫോളോ ചെയ്യാനോ നിങ്ങളുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കാനോ ഇവിടേക്ക് വന്നവരല്ല. ഞങ്ങൾ സാൻഡ് വില്ലേജിലെ നിഞ്ചകളാണ്. ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് ഗാറയെ മാത്രമാണ്. അവൻ എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്യുന്നുണ്ടോ, അവന്റെ മോൺസ്റ്റർ ഉപയോഗിച്ച് ഗ്രാമത്തിനെതിരായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി അവന്റെ പിന്നാലെ വന്നത്. ഗാറയുടെ ആ ഒരു പവർ അതിന് ഞങ്ങൾക്ക് ആവശ്യമില്ല. അതിനെ എലിമിനേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അത് കേട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഷോക്കാവും. അപ്പൊ കാക്കാഷി മാസ്റ്റർ ചോദിക്കും, അപ്പൊ ഗാറയെ കൊല്ലാനാണോ നിങ്ങൾ അവനെ ഫോളോ ചെയ്യുന്നേ? അതിനവര് അതെ, ഞങ്ങൾക്കിനി അവന്റെ ആ ഒരു മോൺസ്റ്ററിനെ അതിനെ ആവശ്യമില്ല. എല്ലാവർക്കും പേടിയാണ്. മാത്രമല്ല അത് വലിയൊരു ഭീഷണി കൂടിയാണ് ഞങ്ങളുടെ ഗ്രാമത്തിന്. അത് കേട്ട് കുട്ടപ്പന് അവന് കലി കയറി ചാടി വീണ് അത് പറഞ്ഞവനെ തന്നെ ആദ്യം ഇടിക്കും. ഉടനെ ബാക്കിയുള്ള വില്ലന്മാര് ഇപ്പൊ കുട്ടപ്പന് നേരെ തിരിഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട് കാക്കാഷിയും സാസുകയും സാക്കുറയും അവര് 3 പേരും കുട്ടപ്പന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് വില്ലന്മാരുമായിട്ട് ഇപ്പൊ പൊരിഞ്ഞ അടി ഇടി ബഹളം. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗാറ ആവട്ടെ അവനെ മുഴുവൻ അവന്റെ സാൻഡ് വെച്ച് കവർ ചെയ്യും. പക്ഷെ അപ്പോഴേക്കും വില്ലന്മാര് ഒരുപാട് കത്തി അവന് നേരെ വലിച്ചെറിഞ്ഞ് ചക്ര ത്രെഡ് കൊണ്ട് ഗാറെ ചുറ്റി വലിഞ്ഞ് ഇപ്പൊ ലോക്ക് ചെയ്തോണ്ടേയിരിക്കും. അപ്പൊ അതൊക്കെ കണ്ട് അസിസ്റ്റൻസ് അവരങ്ങനെ പേടിച്ചു വരച്ച് നിൽക്കുകയാണ്. കാര്യം വഷളായി എന്ന് മനസ്സിലാക്കിയ ഉടനെ അവർ 2 പേരും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇവിടെ ഗാറ അവൻ നോ എന്ന് പറഞ്ഞ് അലറിക്കാറും. പക്ഷെ അവർ നിർത്തില്ല. അവര് വീണ്ടും വീണ്ടും ആ ത്രെഡ് ഉപയോഗിച്ചുകൊണ്ട് അവനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഗാറയുടെ അസിസ്റ്റൻസ് അവർ ഓടി ഓടി ഇപ്പൊ കുട്ടപ്പന്റെ മുൻപിൽ ചെന്നുപെടും. അവർ വിളിച്ചു പറയും, ഗാറയെ അവരെല്ലാവരും ചേർന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങള് രക്ഷപ്പെട്ട് ഓടി. അത് കേട്ട് കുട്ടപ്പൻ ഞെട്ടും. നിങ്ങൾ അവന്റെ അസിസ്റ്റൻസ് അല്ലേ? അവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട നിങ്ങള് അവനെ കളഞ്ഞിട്ട് വന്നു. ഷെയ്ം ഓണി എന്ന് പറയുമ്പോ അവർക്ക് ഒരുപാട് വിഷമായി. അങ്ങനെ തല താഴ്ത്തി നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ വില്ലന്മാര് അവര് വാട്ടർ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഗാറയുടെ സാൻഡ് പവർ അത് മുഴുവനായിട്ടും തകർക്കാണ്. ചക്ര ത്രെഡ് വീണ്ടും വീണ്ടും ടൈറ്റ് ആക്കി ഗാറയെ ഫുള്ളായിട്ട് ഇപ്പൊ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഉടനെ ആ ഒരു ത്രെഡ് അത് കട്ടായി പോവും. അവര് ടെൻഷനായിട്ട് ഇപ്പൊ ചുറ്റും നോക്കും. സാക്ഷാൽ കുട്ടപ്പൻ. അപ്പൊ അവര് കാണും നല്ല മാസായിട്ട് സാക്ഷാൽ കുട്ടപ്പനെ. കുട്ടപ്പൻ ചാടി വീണ് ഇപ്പൊ വില്ലന്മാരെ പിടിച്ചു വലിച്ച് അവരെ തല്ലി തകർക്കും. കുട്ടപ്പന്റെ പിന്നാലെ തന്നെ ഇപ്പൊ ഗാരയുടെ അസിസ്റ്റൻസും അവിടേക്ക് വന്ന് പത്തലൂരി ഇപ്പൊ വില്ലന്മാരെ പൊതിരെ തല്ല്. അപ്പൊ ആ ടീമിന്റെ ലീഡർ അവൻ ഗാരയുടെ തൊട്ട് മുൻപിൽ വരും. ഗാർ നൈസായിട്ട് അവന്റെ സാൻഡ് എടുത്ത് ഒരു ബോൾ ഉണ്ടാക്കും. ഗാര ആ ബോൾ വെച്ച് എല്ലാ വില്ലന്മാരെയും അടിച്ചു തെറിപ്പിക്കും. കുട്ടപ്പൻ ഉടനെ ആ വില്ലന്മാരുടെ ലീഡർ അവന്റെ മാസ്ക് അതഴിക്കാൻ ശ്രമിക്കും. അതിന് ഗാറ പറയും, നോ, അവന്റെ ഫേസ് അതെനിക്ക് കാണണ്ട. ഇവരാരൊക്കെയാണെന്നും ഇവർക്ക് എന്താണ് വേണ്ടതെന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ലൈഫ് വില്ലേജും സാൻഡ് വില്ലേജും അവർ രണ്ടും ചേർന്ന് അവരുടെ മിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വന്ന് അവിടെയുള്ള വില്ലന്മാരെയും അടിച്ചോടിച്ച് 2 വില്ലേജും തമ്മിൽ അടിപൊളി ഒരു ബോണ്ട് ഉണ്ടാക്കി തിരികെ ഹായ് ആയിട്ട് വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഗാറ പറയും, എന്റെ ലൈഫില് കുട്ടപ്പൻ മാത്രമാണ് എന്നെ മനസ്സിലാക്കിയത്. കാരണം ഞാനും അവനും തുല്യ ദുഃഖിതരാണ്. എന്റെ നെഗറ്റീവ്സ് ഒക്കെ മാറ്റി എന്നെ പോസിറ്റീവ് ആക്കി മാറ്റിയത് കുട്ടപ്പൻ മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാനും അവനുമായിട്ടുള്ള ബോണ്ട് അത് നഷ്ടപ്പെടില്ല. കട്ട് ചെയ്ത ഫ്ലാഷ് ബാക്കിൽ വീണ്ടും ഗാറ അവന്റെ അസിസ്റ്റൻസിനോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ രക്ഷിക്കാൻ തിരികെ വന്നത്? അതിനവർ ചിരിച്ചിട്ട് പറയും, കാരണം നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.